ഹായ് കൂട്ടുകാരെ, പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുമ്പം നമ്മൾ ചെയ്യുന്ന നമ്മുടെ കടലക്കറിയാണ്. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു കടലക്കറി റെസിപ്പിയാണ്. പിന്നെ ഒരു കാര്യം പറയാം, ഇതിലും പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വോയിസ് കൊടുക്കുന്ന ആൾ ഇതാണ്. ഇന്ന് എനിക്ക് പനിയായതുകൊണ്ട് ഞാൻ വോയിസ് കൊടുക്കുന്നില്ല, മോളാണ് വോയിസ് കൊടുക്കുന്നത്. പിന്നെ നേരത്തെ എല്ലാ ദിവസവും പറയുന്ന പോലെ നമ്മളെ വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ഓളുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കാം. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ കൂടെ ചെയ്തേക്കണേ. ഞങ്ങളുടെ കൊച്ചു ചാനലല്ലേ, നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നേരെ നമുക്ക് വീട്ടിലിട്ടൊക്കെ പോകാമല്ലോ. ആദ്യം തന്നെ നമുക്ക് ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് നല്ല കുതിർന്ന് വന്ന കടലയാണ്. അത് നമുക്ക് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ കടലേക്ക് നമുക്കൊന്ന് ഇട്ടതിന് ശേഷം അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മളിന്നൊരു 4 ചെറിയ സവാള ചെറുതായി അരിഞ്ഞാൽ നിങ്ങൾക്ക് ചെറുതായിട്ടോ വലുതായിട്ടോ അരിയാം. വലിയ സവാള ആണെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി. ഇത് നമ്മളൊരു 10-15 ചെറിയുള്ളിയാണ്. ചെറിയുള്ളി നമ്മൾ മുഴുവനായിട്ടാണ് തന്നെയാണ് ഇടുന്നത്. അതിനുശേഷം നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ്. അതിനുശേഷം നമുക്ക് സ്പൈസസ് ഐറ്റമായ ഗ്രാമ്പൂ, പട്ട, തക്കോലം, ഏലക്കായ എന്നിവയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം 3 പച്ചമുളകാണ് നമ്മൾ എടുക്കുന്നത്. 3 പച്ചമുളക് മുഴുവനായിട്ട് തന്നെ ഇടുന്നത്. നമ്മുടെ തണ്ട് ഒടിച്ചതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമുക്ക് ആവശ്യം അത് വേവാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം ഒഴിക്കുന്ന സമയം കൊണ്ട് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നമുക്കിതിനകത്തേക്ക് പാകത്തിനനുസരിച്ചുള്ള ഉപ്പും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ഇട്ട് നന്നായി ഇളക്കുക. ആ കടലയും ഉള്ളിയും എല്ലായിടത്തും മഞ്ഞപ്പൊടിയും ഉപ്പും ചേരുന്ന രീതിയിൽ നമ്മളെല്ലാം കൂടി നല്ലതായി ഇളക്കി യോജിപ്പിക്കും. അപ്പം നമ്മളിതാ നല്ല മഞ്ഞപ്പൊടിയും ഉപ്പും എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായി ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുക്കറിന്റെ അടപ്പടച്ച് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം 4-5 വിസിലോളം മതി കേട്ടോ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാൻ. ആരെങ്കിലും ഷെയർ ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്കൊരു പാൻ അടുപ്പയിലേക്ക് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഒരു 1/2 സ്പൂൺ പെരിഞ്ചീരകവും 2-5-6 വറ്റൽമുളക് നമ്മൾ കീറിയിട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കുറച്ച് കറിവേപ്പില, 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് ആ പൊടികളുടെ പച്ചമണം മാറുന്നവരെ നമുക്ക് നന്നായി ഇളക്കിയെടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നവരെ നമ്മൾ നന്നായി ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചേക്കുന്ന കടല ഉള്ളിയും ആ വെള്ളത്തോടെ തന്നെ നമുക്ക് ഇതിലേക്ക് മുഴുവനായി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം നമുക്ക് മുഴുവനായി ചേർത്ത് കൊടുക്കാം. ലൈക്ക് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇനി നമുക്ക് ആ ഉള്ളിയും കടലയും നമ്മുടെ ആ അരപ്പും എല്ലാം ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ നന്നായി ഇളക്കി കൊടുക്കാം. നമുക്ക് ഈ കറി നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും എല്ലാം കോമ്പായിട്ട് എടുക്കുന്നതാണ്. ഈ ഇളക്കുമ്പോൾ ഒരു മണമുണ്ട്, അത് സൂപ്പറാണ്. നിങ്ങൾ ഒരു ടൈം എങ്കിലും ഈ കറി ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തില്ലെങ്കിൽ അത് നിങ്ങൾക്ക് വലിയ നഷ്ടമായിരിക്കും. നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ നമ്മുടെ തനി നാടൻ കടലക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. രുചിയോറും വിഭവങ്ങളുമായി ഇനി നമ്മൾ കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.